നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ആരുടെയെങ്കിലും തലയിലോട്ട് കെട്ടിയേൽപ്പിക്കണം. നോക്കുമ്പോ ചക്കരക്കൊടവല്ലേ കോടികളുടെ ആസ്തിയുള്ള കായൽ റാണി ഗ്രൂപ്പിന്റെ അനന്തരാവകാശി. പക്ഷേ ആ പരിപ്പ് ഇവിടെ വേവില്ല ശാരദാമ്മേ. കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഗോപാലകൃഷ്ണ, എന്താ ഇവിടെ നടക്കുന്നൊക്കെ? ഞങ്ങളുടെ മകൻ നിങ്ങളുടെ മകളുടെ പിന്നാലെ പ്രേമൊന്നും പറഞ്ഞ് നടന്നിട്ടില്ല. മാനവും മര്യാദയ്ക്ക് പെണ്ണാലോചിച്ച് നിങ്ങളുടെ വീട്ടിൽ വന്നു. അപ്പോഴും ഈ ബന്ധത്തിൽ എന്തെങ്കിലും തടസ്സമോ വിസമ്മതമോ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോ നിങ്ങൾക്ക് തുറന്നു പറയാമായിരുന്നു. ദേ ഇവൾക്കും ആലോചിച്ചുറപ്പിച്ചതുപോലെ കല്യാണത്തിന് തയ്യാറായി ഞങ്ങൾ ദേ ഇവിടെ എത്തി. ഇപ്പൊ ഈ കല്യാണം മുടങ്ങിയതിന് കാരണക്കാർ ഞങ്ങളാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഞങ്ങളുടെ സ്ഥാനത്ത് ഏത് അച്ഛനമ്മമാരാണെങ്കിലും ഇത് തന്നെ ചെയ്യൂ. എല്ലാത്തിനും ഉത്തരം പറയേണ്ടത് നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങളുടെ ഭീഷണിയോ കയ്യാങ്കളിയോ ഒന്നും കാണേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. മാന്യത കാട്ടി ഞങ്ങളെ പോകാൻ അനുവദിക്കണം. ശരി, നിങ്ങൾക്ക് പോവാം. ഗോപാലേട്ട, ശാരദ പറയുന്ന അനുസരിക്ക്. അച്ഛാ, അങ്ങനെയല്ല. വിഷ്ണു, നീയും വാ, നടക്കടാ. നിക്ക. ഒരു മറുപടി തന്നിട്ട് പോണോ എനിക്ക്? ഞാൻ തെറ്റ് ചെയ്തെന്ന് മറുപടി ഞാൻ പറയാം. നിനക്കെന്താണ് ഇവിടെ കാര്യം? കാര്യമുണ്ട്. ഈ നിൽക്കുന്ന അരവിന്ദ് സ്വാമിനാഥൻ അദ്ദേഹത്തിന്റെ മകൻ ദീപകിന്റെ വിവാഹത്തിന് ക്ഷണിച്ചതനുസരിച്ചാണ് ഞാൻ വന്നത്. പിന്നെ അരവിന്ദ് അങ്കിളിനും തനൂജാന്റിക്ക് അറിയാത്തൊരു കാര്യം കൂടി ഞാൻ പറയാം.
നിങ്ങൾ കണ്ട ഫോട്ടോയില് ശ്യാമയുടെ കൂടെ കിടക്കുന്നതേ എന്റെ മുൻ ഭർത്താവാ രോഹിത്. എന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് ഞാൻ വിവാഹമോചനം ആവശ്യപ്പെടാൻ കാരണം എന്താണെന്നറിയോ? ദേ ഇവളൊച്ചൊരുത്തി. ദേ, നിന്നെ ഞാൻ വിഷ്ണു തൊട്ട് പോരെ തന്നെ. തൊട്ട് നീ എന്ത് ചെയ്യടി? വേണ്ട. ദേ, ചാർലി അവള് പറയുന്ന കേട്ടില്ലേ? പ്ലീസ്. അരവിന്ദങ്ങളുടെയും തനുജാന്റിയുടെയും നേരെ കുതിര കയറാൻ ചെന്നതുപോലെ എന്റെ മേലെ വരല്ലേ വിഷ്ണുട്ടാ. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് ഒരു പെണ്ണായ എന്റെ ദേഹത്തെ തൊട്ടാ കഥ മാറുവേ. പറഞ്ഞില്ലാന്ന് വേണ്ട. എന്റെ അമ്മയും ചന്ദ്രബോസ് ചിറ്റപ്പനെയൊക്കെ ഞാൻ അഴിച്ചുവിടും സത്യഭാമയുടെ കൊട്ടാരത്തിലേക്ക്. നീ അയച്ചുവിടറി. വിഷ്ണുട്ടാ വേണ്ടാന്ന് പ്ലീസ്. നീ അയച്ചുവിട്. വിഷ്ണുട്ടാ ഇവിടെ ആരാന്ന് വേണ്ട. വേണ്ട വിഷ്ണുട്ടാ വേണ്ട. അവള് പറഞ്ഞതുപോലെ വലിയ ക്രൈമാ വിഷ്ണുട്ടാ പെണ്ണുങ്ങളുടെ ദേഹത്ത് കൈവെക്കുന്ന. ഇവിടെയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കാട്ടിയാലും എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോകൂ. മോളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മോൾക്ക് പറയാനുള്ളത് മുഖത്ത് നോക്കി പറയേ. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അങ്കിളെ. ഞാനും എന്റെ ഭർത്താവും പിരിയാനുള്ള കാരണം ഈ പെണ്ണ് ശ്യാമയാ. മോളിതെന്താ വിവാഹാലോചന സമയത്ത് പറയാതിരുന്നത്? കാമുകിക്ക് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോഴെങ്കിലും എന്റെ മുൻ ഭർത്താവ് ഒന്ന് ഒതുങ്ങുന്ന ഞാൻ കരുതിയേ. പിന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കണ്ടെന്നും കരുതി. പക്ഷെ രണ്ടുപേർക്കും ഒരിക്കലും പിരിയാൻ കഴിയില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. കള്ളം, പച്ച കള്ളം ഇവള് പറയുന്നത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ശ്യാമയെ തെറ്റായ ഒരു അർത്ഥത്തിൽ നോക്കിയിട്ട് പോലുമില്ല ഞാൻ. കല്യാണം വേണ്ടാന്ന് വെക്കാനുള്ള തീരുമാനത്തിന് ദേവി ഇത് പിന്മാറണം. എന്നെ വിശ്വസിക്കണം. മരിച്ചുപോയ എന്റെ അമ്മയും ശ്രീകോവിലെ ദേവിയെ സത്യം ചെയ്ത് ഞാൻ പറയുക, ഞാൻ ശ്യാമയായിട്ട് അങ്ങനെ ഒരു ബന്ധമില്ല. പ്ലീസ് രോഹിതേ, ഇത് സംബന്ധിച്ചൊരു അവസാന തീരുമാനം എടുക്കേണ്ടത് ഞാനോ തനുജയോ അല്ല, ദീപക്കാണ്. ദീപക് പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കണം. പ്രായം കൊണ്ട് എന്നെക്കാളും ഇളയാളാ ദീപക്. എങ്കിലും വേണമെങ്കിൽ ദീപകിന്റെ കാല് ഞാൻ പിടിക്കാം. ഈ തീരുമാനം എന്റെ കാലൊന്നും പിടിക്കണ്ട രോഹിത്. ഒരു പെൺകുട്ടിയുടെ ഭാവി നശിപ്പിക്കാൻ താല്പര്യവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയെ ശ്യാമ. ഇതുവരെ അതുപോലെ വേറൊരാളെ സ്നേഹിച്ചിട്ടുമില്ല. ശ്യാമയുടെ വിവാഹം ഇന്ന് തന്നെ നടക്കണം. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും അത് നടക്കില്ല. താൻ തന്നെ കെട്ടിക്കോളെ. അച്ഛനും അമ്മ വാ. ദീപക്, ദീപക്
എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും രോഹിത്തെ. എനിക്കും വിഷ്ണുവേട്ടനിടയിൽ തടസ്സമായി നിന്നത് നീയും ശാലിനിയോ? നിന്റെ അമ്മയെ മേൽപോട്ടെടുത്ത പോലെ നിന്റെയോ ശാലിനിയുടെയോ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെയോ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. സന്തോഷിക്കാൻ വിടില്ല ഞാൻ. ഇപ്പത്തെ അവളുടെ കാര്യം കണ്ടില്ലേ? കട്ടപ്പുക. ഇനിയൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല അവക്ക്. അതുപോലെ തന്നെയാ നിന്റെ കാര്യം. നിന്റെ അമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞ 2 ആഗ്രഹങ്ങളുണ്ടല്ലോ. ആദ്യത്തേത് എന്നെ ജയിലിൽ കയറ്റണമെന്ന്. ഞാൻ ദേ നിൽക്കുന്നു പനന്തടി പോലെ നിന്റെ മുന്നിൽ. രണ്ടാമത്തേത് നീ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സമാധാനത്തോടെ ജീവിക്കണമെന്ന്. അതും ഇനി നടക്കാൻ പോകുന്നില്ല. ഒരു തെറ്റും ചെയ്യാത്തവരാണെങ്കിലും നിങ്ങൾ 2 ആളും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടുപണഞ്ഞ് നിങ്ങളുടെ ജീവിതാവസാനം വരെ ചീഞ്ഞു നാറും. 2നും ഉണ്ടാവില്ലൊരു ജീവിതം. സുസ്മിതയോടെ കളിച്ചാ അങ്ങനെ ഇരിക്കും. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഹിത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവളെ ആ സുസ്മിതനെ വെറുതെ വിട്ട് കളയരുത്. സുസ്മിതയോടെ കളിച്ചാ അങ്ങനെ ഇരിക്കും. പോട്ടടാ. ബൈ. സുസ്മിതേ, ഒരു നിമിഷം. സുസ്മിതേ, ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലി കെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാൽ ദാ നിൽക്കുന്നു. പിന്നെ അമ്മയുടെ ആദ്യത്തെ ആഗ്രഹം നിനക്കുള്ള ശിക്ഷ വാങ്ങിത്തരിക എന്നുള്ളത് ഇപ്പോഴും പരോളി തന്നെയാണെന്നുള്ള കാര്യം നീ മറക്കുന്നു. അകത്തേക്ക് തന്നെ പോകണം. അതിനുള്ള ദിവസങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുക. രക്തയക്ഷി ജയിലിൽ കിടക്കുമ്പോ ഞാനൊരു മനുഷ്യ സ്ത്രീയുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കും. സുസ്മിതേ, നീ പോ. സുസ്മിതയ്ക്ക് ഒരു മറുപടി കൊടുക്കണമെങ്കിൽ അതിങ്ങനെ തന്നെ വേണം. ഒരു തെറ്റുമില്ല മോനി ചെയ്തത്. ഇതുകൂടി അങ്ങ് ചാർത്തി കൊടുക്ക.
ഇങ്ങനെ തന്നെയാ വിധിന്ന് സമാധാനിച്ചാ മതി ശാരദേ. അരവിന്ദ് സ്വാമിനാഥനും അയാളുടെ ഭാര്യയും തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവിടെ വിളിച്ചു കൂവിയത് കേട്ട് ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കുഷ്ഠം പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തുടച്ചു നീക്കാൻ ഇതേ ഉള്ളൂ മരുന്ന്. ശാരദാമ്മേ, ശ്യാമ രോഹിത്തിനൊപ്പം സന്തോഷമായിട്ട് യാത്രയാക്കി. ശാലിനി ജീവിക്കുന്ന വീട്ടിലേക്ക് തന്നെയല്ലേ ശ്യാമയെ അയക്കുന്നത്? രണ്ട് പെൺമക്കൾ ഒരു വീട്ടിലെ ഭർത്താക്കന്മാർക്കൊപ്പം സമാധാനമായിട്ട് ജീവിക്കുന്നത് കാണുന്നതല്ലേ ഒരമ്മയ്ക്ക് സന്തോഷം. നിർത്ത്. എന്താ ഇത്? താൻ തന്നെ കെട്ടിക്കോളെ. ശ്യാമേ, മോളെ എന്തായത്? ശ്യാമേ, മോളെ മോളെ നിക്കാനാ പറഞ്ഞത്. മോളെ ആ കുട്ടി എങ്ങോട്ടാ പോയത്? ഇത്രയും നാണം കെട്ടതല്ലേ, എവിടെങ്കിലും പോയി ചാവാതിരുന്നാ മതിയായിരുന്നു. ദേവി, കല്യാണത്തിന് മുമ്പേ വേറൊരു പുരുഷന്റെ കൂടെ കിടക്ക പങ്കിട്ട പെണ്ണിനെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. മകളുടെ കഴുത്തിൽ കല്ല് കെട്ടി വല്ല കയത്തിലും താഴ്ത്തും. അതാ മാനം.